പാരമ്പര്യം ഉണ്ടെങ്കിലേ മുടി ഞെരുക്കം വെക്കുള്ളൂ. നിങ്ങളുടെ മുടിക്ക് ഞെരുക്കമുണ്ടോ? എത്ര ഞെരുക്കാണ് നോർമൽ എന്നറിയോ? ഇനി നിങ്ങളുടെ മുടി ഞെരുക്കം വെക്കാൻ സാധ്യതയുണ്ടോ? മുടി ഞെരുക്കം വെക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഹായ് ഹലോ, ദിസ് ഇസ് സൈലി ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ തിക്നെസ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ആളുകൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെയും കാണണേ. മുടിക്ക് തിക്നെസ് ഉണ്ടോ അല്ലെങ്കിൽ വോളിയം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഒട്ടും തന്നെ തിക്നെസ് ഇല്ലെങ്കിൽ നമുക്ക് സ്കാൽപ്പ് നന്നായിട്ട് വിസിബിൾ ആയിരിക്കും, തലയോട്ടിയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുമായിരിക്കും. അങ്ങനെ നമുക്ക് മനസ്സിലാവും ഞെരുക്കം ഇല്ല എന്നുള്ള കാര്യം തന്നെ. അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷെ ഒരു മീഡിയം തൊട്ടിട്ട് ഹൈ ഡെൻസിറ്റി ഉള്ള ആൾക്കാർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് നല്ലോണം ഉള്ള മുടിയുള്ള ആൾക്കാർക്ക് പോലും പലപ്പോഴും നല്ല ഡൗട്ടായിരിക്കും, എനിക്ക് വോളിയം ഉണ്ടോ, ആവശ്യത്തിനുള്ള വോളിയം ഉണ്ടോ, ഇത്രയാണോ എൻ്റെ വോളിയം, ഇതാണോ എൻ്റെ മാക്സിമം ഞെരുക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഒരു ആവറേജ് ലെവലിൽ നല്ല ഞെരുക്കമുള്ള ആൾക്കാർക്കും ഇതേ ഡൗട്ട് തന്നെ കാണും. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോവാം. ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആപാടെ ഒരേ ഒരു സാധനം മാത്രം മതി, ഒരു മെഷറിംഗ് ടേപ്പ്. ഈ മെഷറിംഗ് ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കെയിലും യൂസ് ചെയ്യാം. സ്കെയിലാണെങ്കിൽ ഒരു നാട അല്ലെങ്കിൽ റോപ്പ്, ഒരു വള്ളി, അങ്ങനത്തെ സാധനം എന്തെങ്കിലും ഒരു സാധനം കൂടെ വേണം. അത്രയേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യം ഇപ്പം തന്നെ കാണിച്ചു തരാം. ആദ്യം വേണ്ടത് നമുക്ക് ഇതുപോലെ വളരെ തിന്നായിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്. ഇതിലിങ്ങനെ കെട്ടും പൂട്ടൊന്നും പാടില്ല. വളരെ തിന്നായിട്ടുള്ള ഒരു പ്ലെയിൻ ഹെയർ ബാൻഡ് എടുക്കണം. പിന്നെ മുടി നന്നായിട്ട് ചീകണം. നന്നായിട്ട് ഉടക്കറുത്തതിന് ശേഷം ചെയ്യുക. നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത് ഷാമ്പു ചെയ്ത മുടിയിലാണ്. അതാകുമ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഹെയർ ബാൻഡ് വെച്ചിട്ട് മുടി നന്നായിട്ട് ഒന്ന് പോണി ടൈൽ കെട്ടി വയ്ക്കുക. ഒത്തിരി ഉയർത്തി തന്നെ പോണി ടൈൽ കെട്ടി വയ്ക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടക്കൊന്നും വരാൻ പാടില്ല. മുടി അങ്ങോട്ടും ഇങ്ങോട്ടും കുരുങ്ങി പോകാനും പാടില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പോണി ടൈൽ തന്നെ കെട്ടി വയ്ക്കണം. ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഉടക്കോ അല്ലെങ്കിൽ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും പിരിന്ന് പോവുക ഒന്നും പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട മെയിൻ സാധനമാണ് നമ്മുടെ മെഷറിംഗ് ടേപ്പ്. മെഷറിംഗ് ടേപ്പിൻ്റെ ഇഞ്ച് സൈസ് വരുന്ന ഭാഗം നമ്മൾ എടുത്തിട്ട് വേണം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മുടിയുടെ അടിയിൽ കൂടെ കയറ്റിയിട്ട് നമ്മളൊന്ന് മെഷർ ചെയ്ത് കൊടുക്കുക. മെഷറിംഗ് ടേപ്പ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളുടെ സഹായം വെച്ചിട്ട് ഇങ്ങനെ അളക്കാവുന്നതാണ്. ഇനി മെഷറിംഗ് ടേപ്പ് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. നമുക്കൊരു നൂല് പോലെ എന്തെങ്കിലും കെട്ടാൻ പറ്റുന്ന സാധനം ഉപയോഗിച്ചിട്ട് മുടിയിലൊന്ന് കെട്ടി വെച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് അളന്നെടുക്കാം. ആ കട്ട് ചെയ്ത നൂല് സ്കെയിലിൽ വെച്ചിട്ട് അളന്നെടുത്താൽ മതി. ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2 ഇഞ്ചിന് താഴെയാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞെരുക്കം കുറവുള്ള മുടിയാണ്, നന്നായിട്ട് ലോ ഡെൻസിറ്റി ആയിട്ടുള്ള മുടിയാണ്. 2 to 3 ഇഞ്ചിന് ഇടയ്ക്കായിട്ടാണ് വരുന്നതെങ്കിൽ ഒരു ആവറേജിലെ ഡെൻസിറ്റി ഉള്ള മുടിയാണ്, ഒരു മീഡിയം ഞെരുക്കമൊക്കെ ഉള്ളൊരു മുടിയാണ്. 4 ഇഞ്ചിന് മുകളിലായിട്ടാണ് വരുന്നതെങ്കിൽ നന്നായിട്ട് ഹൈ ഡെൻസിറ്റി ഉള്ള മുടിയാണ്, നല്ലപോലെ ഞെരുക്കമുള്ള മുടിയാണ്. പിന്നെ നമ്മൾ ഓവറായിട്ട് കിടന്ന് ഞെരുക്കം വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനത്തെ മുടിയിൽ. എനിക്ക് ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ വന്നത് 14 സെൻറ്റിമീറ്റർ ആണ്. ഇഞ്ച് കണക്കിന് നോക്കുമ്പോഴത്തേനും 5.5 ഇഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഹൈ ഡെൻസിറ്റിയിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇനി ഞെരുക്കം വെക്കാൻ വേണ്ടിയിട്ട് അധികം പാക്കുകളൊന്നും ഇട്ടിട്ട് സമയം കളയണ്ട. ഉള്ള മുടി മെയിൻറ്റെയിൻ ചെയ്ത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോയാൽ മതി ഹൈ ഡെൻസിറ്റി ഉള്ള ആൾക്കാർ. മീഡിയം ഡെൻസിറ്റി ഉള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഹൈ ഡെൻസിറ്റി വരാൻ വേണ്ടിയിട്ട്, നല്ല ഞെരുക്കം വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെയർ പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കാം. ഒരു പരിധി വരെ ഒരു 6 മാസത്തോളം ട്രൈ ചെയ്തിട്ട് ഈ ഹെയർ ഡെൻസിറ്റിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് അത്ര മുടിയെ വരത്തുള്ളൂ. മീഡിയം ഡെൻസിറ്റി മാത്രമേ വരത്തുള്ളൂ. അതിൽ കൂടുതൽ മുടി നിങ്ങൾക്ക് വരാൻ ചാൻസ് ഇല്ല. കാരണം അവിടെയാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നത്. ജീൻസ് ആണ്, ജനറ്റിക്സ് ആണ്. ഞാനിപ്പോൾ പല വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെ താഴെ കമൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊക്കെ ചുമ്മാതെയാണ്, പാരമ്പര്യം ഉണ്ടെങ്കിൽ മുടി വളരത്തുള്ളൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ശരിയാണ്, പാരമ്പര്യമാണ് നമുക്ക് മുടി എത്ര വേണം, മുടി എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും ലോ ഡെൻസിറ്റി ഏരിയയിൽ വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുടിയിൽ ലക്ഷക്കണക്കിന്, ഒരുപാട് ലക്ഷത്തോളം മുടികൾ വളരാനുള്ള ഹെയർ ഫോളിക്കിൾസ് നമ്മുടെ തലയിലുണ്ട്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ 100 200 ഫോളിക്കിൾസ് അല്ല. ഈ ഫോളിക്കിൾസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ സെൽസ് ഇല്ലേ, അതുപോലെ മുടി വളർച്ച ഉണ്ടാകുന്ന സെൽസാണ് ഹെയർ ഫോളിക്കിൾസ്. ഈ ഫോളിക്കിൾസിൽ നിന്നാണ് ഓരോ ഹെയർ ആയിട്ട് മുളച്ച് വരുന്നത്. നമുക്ക് സ്കിന്നിൽ നോക്കുമ്പോൾ അറിയാം, നമ്മുടെ സ്കിന്നിൻ്റെ ഹെയർ പൊട്ടി മുളച്ച് വരുന്ന ആ ഒരു സുഷിരങ്ങളില്ല, അത് തന്നെയാണ് ഹെയർ ഫോളിക്കിൾസ്. അത് നമ്മുടെ തലയിലും ഉണ്ട്. അത് ഹെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോളിക്കിൾസ് ആണ്. ആ ഫോളിക്കിൾസ് എത്ര എണ്ണം ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ പാരമ്പര്യമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് അത് മാത്രമാണ്. നമ്മുടെ ജീൻസിലുള്ളതും എത്ര നമ്പർ ഓഫ് ഹെയർ ഫോളിക്കിൾസ് നമുക്കുണ്ട് എന്നുള്ളത് മാത്രമേ നമ്മുടെ പാരമ്പര്യം ഡിസൈഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ആ ഒരു ഹെയർ ഫോളിക്കിൾസിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും എന്ത് ചെയ്താലും, ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ ഹെയർ കെയർ ചെയ്താലോ ഒന്നും പറ്റത്തില്ല. അത്
പ്രീ ഡിറ്റർമിൻഡ് ആണ്, അത് അങ്ങനെ ഇരിക്കത്തുള്ളൂ, അതിനി കൂടത്തില്ല. പക്ഷെ അത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ കുറച്ച് നമ്പേഴ്സ് ആയിരിക്കത്തില്ല, അതും ലക്ഷക്കണക്കിന് ഹെയർ ഫോളിക്കിൾസ് കാണും. നമുക്ക് ഉണ്ടാകുന്ന സാധ്യതകൾ എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് ഒരുപാട് ഹെയർ ഫോളിക്കിൾസ് കാണും കേട്ടോ, പാരമ്പര്യമായിട്ട് തന്നെ നല്ല മുടിയുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കും എനിക്ക് പാരമ്പര്യമായിട്ട് മുടി കാണത്തില്ല, അതുകൊണ്ടാണ് എനിക്ക് മുടി വളരാത്തതെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ശ്രമിക്കാതെ ഇരിക്കുമ്പോഴത്തേനും മുടി വളരത്തില്ല. ഈ ഹെയർ ഫോളിക്കിൾസ് ഒരുപാട് കാണും, പക്ഷെ അതിനൊരു സ്റ്റിമുലേഷൻ ആവശ്യമാണ്. അതായത് ഒന്ന് വിളിച്ചെണീപ്പിക്കണം, എടാ മോനെ വളരടാ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് വിളിച്ചെണീപ്പിക്കണം, എന്നാലേ അതൊന്ന് വളർന്ന് വരത്തുള്ളൂ, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അപ്പം അത് നമ്മളൊന്ന് കൊടുത്തു തുടങ്ങിയാൽ കുറേ പേർക്കൊക്കെ മുടി നന്നായിട്ട് വളരും. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പല വീഡിയോസിൻ്റെയും താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മതി. ഇപ്പം എൻ്റെ നല്ല വേറെ ഏത് ചാനലിൻ്റെയും കമൻറ്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹെയർ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മുടിക്ക് നല്ല വ്യത്യാസമുണ്ട്, ഹെയർ ഫോൾ കുറഞ്ഞു, ഹെയർ വളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഇതാണ് റീസൺ. നിങ്ങൾ ഇത്രയും നാൾ നോക്കാതിട്ടിരുന്ന മുടി നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഈ അതിൻ്റെ അകത്തുള്ള കമ്പോണൻസ്, നമ്മൾ നാച്ചുറൽ സാധനമാണെങ്കിൽ മുടി വളരാനുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ വന്നിട്ട് ഈ ഹെയർ ഫോളിക്സിൽ വന്ന് ആക്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് ഉണർത്തേണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഓൾറെഡി ഡള്ളായിട്ട് കിടന്ന ആ ഹെയർ ഫോളിക്കിൾസിൽ നിന്ന് പെട്ടെന്ന് മുടി കിളിർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇതാണ് ഇതിൻ്റെ ബേസിക് ടെക്നിക്ക് എന്ന് പറയുന്നത്. അല്ലാണ്ട് പാരമ്പര്യത്തിന് ഇതിനൊരു റോളുണ്ട്, പക്ഷെ അതൊരു വലിയ റോളൊന്നും അല്ല. തീരെ ലോ ഡെൻസിറ്റി ഉള്ള ആൾക്കാർ, മുടി ഞെരുക്കം ഒട്ടുമില്ല, തലയോട്ടിയൊക്കെ കാണാം, അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, നന്നായിട്ട് ഹെയർ കെയർ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് നന്നായിട്ട് മുടി പെട്ടെന്ന് വളരത്തുള്ളൂ. പെട്ടെന്നല്ല, കുറച്ച് സമയം എടുത്തൊന്ന് വളരത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ബാക്കിയുള്ളവരെക്കാളും നന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. നല്ല ഡയറ്റിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ നിങ്ങൾക്ക് മുടി നന്നായിട്ട് വളരത്തുള്ളൂ. ഒരിക്കലും പാരമ്പര്യമായിട്ട് തലയോട്ടി കാണാം എന്നുള്ള രീതിയിൽ മുടി ഉണ്ടാവില്ല. അങ്ങനെ ഒരു പാരമ്പര്യമില്ല. മനുഷ്യന്മാർക്ക് മാമൽസ്, നമ്മളെല്ലാം മാമൽസ് ആണ്. നമുക്ക് നമ്മുടെ പ്രൈമറി ഫീച്ചർ തന്നെ ബോഡി ഹെയർ ആണ്. അപ്പം നമുക്ക് അങ്ങനെ മുട്ടയാണ് അല്ലെങ്കിൽ തലയോട്ടി കാണാം അങ്ങനത്തെ ലെവൽ ഓഫ് ഹെയർ അല്ല നമ്മുടെ ആൻസിസ്റ്റേഴ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ തലയോട്ടിയൊക്കെ കാണാം എന്നുള്ള ആൾക്കാർ വന്നിട്ട് എനിക്ക് പാരമ്പര്യമാണ്, അതുകൊണ്ടിട്ട് എനിക്ക് ഒരിക്കലും ഇനി മുടി മുളയ്ക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കരുത്. അത് പാരമ്പര്യം അല്ല. നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടും നിങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടിട്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. കുറച്ചൊന്ന് ശ്രമിച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ആ സ്കാൽപ്പൊക്കെ മറയണ രീതിക്ക് മുടി വരും. ഒരുപാട് ഹൈ ഡെൻസിറ്റിയിൽ വരും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങളുടെ സ്കാൽപ്പൊക്കെ മറഞ്ഞിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ വരും. നാച്ചുറലി നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മുടി വളരാൻ വേണ്ടിയിട്ട് ക്ലിനിക്കലി ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. PRP എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പ്ലാസ്മ ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ പ്ലാസ്മ എടുത്തിട്ട് തലയിലോട്ട് ഇഞ്ചക്ട് ചെയ്തിട്ട് മുടി വളർത്തുന്ന ടെക്നിക്കാണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ക്ലിനിക്കലി അവൈലബിൾ ആണ്. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അതിനൊക്കെ പക്ഷേ കുറച്ച് പൈസയാവും, കുറച്ചല്ല നല്ല പൈസയാവും. ഓരോ സിറ്റിംഗ് അനുസരിച്ചിട്ടാണ്. ഓരോ സിറ്റിങ്ങിന് 30,000, ചിലപ്പോൾ 10,000, എന്തായാലും 10,000-ന് മുകളിലാവും ഒരു സിറ്റിങ്ങിന്. നിങ്ങൾക്ക് എത്ര സിറ്റിംഗ് വേണ്ടി വരും എന്നുള്ളത് ഡോക്ടറായിരിക്കും തീരുമാനിക്കുന്നത്. അപ്പം അതൊന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് മാക്സിമം നമുക്ക് നാച്ചുറൽ ഹെയർ കെയർ നോക്കിയിട്ട്, ഒന്നും നടക്കണില്ല, ഒരു വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നന്നായിട്ട് മുടി വളരണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ക്ലിനിക്കലിലോട്ട് പോവുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയാണ് മുടിയുടെ ഞെരുക്കം നമ്മൾ ക്ലിയർ ആയിട്ട് മെഷർ ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് മെഷർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. മെഷർ ചെയ്തിട്ട് നിങ്ങളുടെ മെഷർമെൻറ്റ്സ് എത്രയാണെന്നുള്ളത് കമൻസിലും കൂടെ പറയാം. മുടിയുടെ തിക്നെസ്സിനെ പറ്റിയിട്ടും പാരമ്പര്യമായിട്ടാണോ മുടി വളരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെ മുടി ഞെരുക്കം കൂട്ടാം എന്നുള്ളത് നോക്കാം. മുടി ഞെരുക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഹെയർ മസാജാണ്. ഹെയർ മസാജ് ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഹെയർ മസാജ്. ഹെയർ മസാജിന് എൻ്റെ ലൈഫിൽ പോലും അത്രയും വലിയ റോളുണ്ട്. എനിക്ക് കണ്ടിന്യൂസ്ലി മുടി മാസ്ക് ഒന്നും ഇടാൻ പറ്റാത്ത സമയത്ത് ഞാൻ ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ ചെയ്യുന്ന കാര്യം ഹെയർ മസാജാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്തോറും നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ അത്രയധികം സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പുതിയ ഹെയർ മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഹെയർ മസാജ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, മുടി നീളം കുറവാണെങ്കിൽ പെട്ടെന്ന് നീളം കൂട്ടാൻ ഹെയർ മസാജ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ കൂടുതലും നീളം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹെയർ മസാജ് ചെയ്തത്. ഞാൻ കൂടുതലും എൻ്റെ ഹെയർ കെയർ ചെയ്തതേ നീളം വയ്ക്കാനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനഞ്ഞു പോകുമെന്നൊക്കെ പറയുന്ന പോലെ ഒരു സൈഡിൽ കൂടെ ഞെരുക്കവും കൂടെ അങ്ങ് വെച്ച് പോയതാണ്. പഴയ ഫോട്ടോ ഒക്കെ കമ്പയർ ചെയ്തപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് എൻ്റെ മുടി ഇത്രയും മാറി എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മുടി നന്നായിട്ട് വളരും. നന്നായിട്ടുള്ളൊരു ടൈം ടേബിൾ വെച്ചിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഹെയർ കെയർ ഫോളോ ചെയ്താൽ നിങ്ങളുടെ മുടി നന്നായിട്ട് വളരും. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹെയർ മസാജ് തന്നെയാണ്. ഡെയിലി ഹെയർ മസാജ് ചെയ്യുക, ഒരു ദിവസം പോലും വിടാതെ ഹെയർ മസാജ് ചെയ്യുക. എണ്ണ ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോഴത്തേനും മുടി പൊട്ടിപ്പോവാതിരിക്കാനും തലയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും, അങ്ങനെ വന്നിട്ട് മുടി ഡാമേജ് ആവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി എണ്ണ തേക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പ്രോപ്പറായിട്ട് ഹെയർ മസാജ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഈ മുടിനെ പിടിച്ച് ഇങ്ങനെ ഉരയ്ക്കല്ല ഹെയർ മസാജ്. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ തലയോട്ടിയെങ്കിൽ ഇങ്ങനെ തലയോട്ടി കിടന്ന് ഇങ്ങനെ കറങ്ങണം. തലയോട്ടിയിൽ ആ ഒരു ചതയുണ്ടല്ലോ, അതിങ്ങനെ കിടന്ന് കറങ്ങണം.
ഇതാണ് ഹെയർ മസാജ്. അല്ലാണ്ട് മുടീനെ ഇട്ട് ഇങ്ങനെ ഉരയ്ക്കണ്ട, അതല്ല ഹെയർ മസാജ്. ഓക്കെ. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയറ്റ്, ഫുഡ് എന്ന് പറയുന്ന കാര്യം. നന്നായിട്ട് വിറ്റമിൻ എ, ബി, പിന്നെ ബയോട്ടിൻ, സിങ്ക് ഇങ്ങനത്തെ കമ്പോണൻസ് വരുന്ന ഫുഡ് നന്നായിട്ട് തന്നെ കഴിക്കുക. ഒന്നും പറ്റിയില്ലെങ്കിലും ഡെയിലി ഒരു മുട്ട വെച്ചെങ്കിലും കഴിക്കുക. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ചേർത്ത് തന്നെ കഴിക്കണം. മഞ്ഞയിലാണ് ബയോട്ടിൻ ഉള്ളത്, വെള്ളയിലാണ് പ്രോട്ടീൻ ഉള്ളത്. പിന്നെ കെരാറ്റിൻ കമ്പോണൻസ് അടങ്ങിയ ഫുഡും കൂടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മുടി നന്നായിരിക്കും. വിറ്റമിൻ സി ഉൾപ്പെട്ട ഫുഡൊക്കെ കഴിക്കുന്നത് മുടിക്ക് കുറച്ചുകൂടെ തിളക്കം നൽകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഫുഡിൽ ഈ പറഞ്ഞ ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ കൂടുതലും ഫോളോ ചെയ്തത്, ഞാൻ ഡെയിലി 2 മുട്ട വെച്ച് കഴിക്കുമായിരുന്നു മുടി വളർത്തുന്ന സമയത്ത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സോയാബീനും നന്നായിട്ട് കഴിക്കുമായിരുന്നു. അതൊക്കെയാണ് കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഞാൻ അതാണ് കൂടുതലും ഫോളോ ചെയ്തത്. പയറൊക്കെ കഴിക്കാം, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമ്മൾ എന്ത് ഉള്ളിലോട്ട് കഴിക്കുന്നോ അതേ പുറത്തോട്ട് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ മെയിനായിട്ട്. അപ്പം അത് നന്നായിട്ട് ശ്രദ്ധിക്കും. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഹെയർ മാസ്ക്. ഹെയർ മാസ്ക് റെഗുലറായിട്ട് ഒരു ടൈം ടേബിൾ വെച്ച് തന്നെ ഇടുക. നന്നായിട്ട് ഹെയർ ഫോൾ ഉള്ള ആൾക്കാർ ഒരാഴ്ചയിൽ മാക്സിമം 2 ഹെയർ മാസ്ക് ഇട്ടാൽ മതി. ഹെയർ ഫോൾ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ഒരാഴ്ചയിൽ 3 ഹെയർ മാസ്ക് വെച്ചിട്ടിടാം. എങ്ങനെയൊക്കെയാണ് ഹെയർ മാസ്ക് ഇടേണ്ടത്, അതിൻ്റെ ടൈം ടേബിൾ, ഏതൊക്കെയാണ് ആ ഹെയർ മാസ്ക് എന്നുള്ള കാര്യങ്ങൾ ഞാൻ തിക്ക് ഹെയർ ചാലഞ്ച് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഓർക്കുക, ഹെയർ മാസ്ക് എന്ന് പറയുന്ന കാര്യം ഏറ്റവും അവസാനത്തെ കാര്യമാണ്. ആദ്യത്തെ അതിന് മുന്നേ 2 കാര്യങ്ങളുണ്ട്, ഫുഡും ഹെയർ മസാജും. അത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. മുടിയൊക്കെ നന്നായിട്ട് ഞെരുക്കം വെക്കണമെന്നുള്ള ആൾക്കാർ ഇപ്പം തന്നെ മുടി മെഷർ ചെയ്ത് നിങ്ങളുടെ മെഷർമെൻറ്റ് എന്താണെന്ന് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ പോയിട്ട് ഇതുപോലെ ഈ ഒരു റൊട്ടീനൊക്കെ ഫോളോ ചെയ്ത് നന്നായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് മനസ്സിലാവും. നിങ്ങൾക്ക് ആ ചേഞ്ച് ഉണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞ് ഇതേ വീഡിയോയുടെ താഴെ വന്ന് നിന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. നന്നായിട്ട് തന്നെ ചെയ്തുകൊണ്ട് പോവുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ട് പോവുക. ഒരു വർഷമൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എങ്ങനെ ഞാൻ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ടൈം ടേബിൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്ര മാസ്ക് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഇത്ര മാസ്ക് തന്നെ വേണം. ഇത്ര ഫുഡ് എന്ന് പറഞ്ഞാൽ ഇത്ര ഫുഡ് തന്നെ കഴിക്കണം. എന്ന് മസാജ് എന്ന് പറഞ്ഞാൽ എന്ന് മസാജ് തന്നെ ചെയ്യണം. ഇത് ഇത്രയും ഒരു വർഷത്തോളം എങ്കിലും നന്നായിട്ട് ചെയ്തിട്ട് ഒരു വ്യത്യാസവും ഇല്ലയെന്നുണ്ടെങ്കിൽ, ഒരു വ്യത്യാസം വരാതിരിക്കില്ല എങ്കിലും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിനിക്കിൽ പോവുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. ഇല്ല, നല്ല വ്യത്യാസം വരും, എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുമോടാ. അത്രയ്ക്കൊന്നും നമ്മുടെ ശരീരത്തിന് അങ്ങനെ ഒരു റിയാക്ട് ചെയ്യാതെയൊന്നും ഇരിക്കത്തില്ല. ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് തളർത്താനും ഇങ്ങനെ വളരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തളർത്താനൊക്കെ കാണും. കാരണം അവർ ഭയങ്കര കാര്യമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടാകത്തില്ല. അവർ ആണ്ടിനും ആവണേലും ഒരു മാസ്ക് ഇടും. എല്ലാവരും ഭയങ്കര ഇതിന് ത്വരയുള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. ചിലവർക്ക് നല്ല ഇൻട്രസ്റ്റ് കാണും സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ. അവർക്കായിരിക്കും ഈ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. വലിയ താല്പര്യമില്ല, എന്നാൽ ഒന്ന് വളർന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഒന്നും എഫക്റ്റ് ആവാതെ വന്നിട്ട് എനിക്കൊന്നും എഫക്റ്റ് ആയില്ല, ഇത് പാരമ്പര്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അതൊന്നും വലിയ മൈൻഡ് കൊടുക്കാതിരിക്കാൻ അവനവനൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് കെമിക്കലൊന്നും അല്ലല്ലോ, നാച്ചുറൽ അല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫെയിലിയർ ആവണമെങ്കിൽ വേണ്ട എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ വീഡിയോ പിന്നെയും കാണാം. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.